എടാ ആദ്യമേ പറയട്ടെ, ബിഗ് ബോസ് സീസൺ 6 മലയാളം കാണുന്ന ആൾക്കാർ ഈ വീഡിയോ കണ്ടാൽ മതി കേട്ടോ. എന്താന്ന് വെച്ചാൽ വേറെ എന്തല്ല, അവർക്ക് ഇത് കണക്ട് ആവുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ പല്ലിൽ ക്ലിപ്പ് ഇട്ടിട്ട് അത് ഇന്നലെ ടൈറ്റ് ആക്കിയിട്ടുണ്ട്, അതുകൊണ്ട് സംസാരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഈ വീഡിയോ ഒന്ന് ചെയ്യണം എന്ന് എനിക്ക് തോന്നി. വേറെ ഒന്നല്ല, ഞാൻ ഈ ബിഗ് ബോസ് ഈ പ്രാവശ്യത്തെ കണ്ടുകൊണ്ടിരുന്നത് നമ്മുടെ റോക്കിയൊക്കെയുള്ള ആ ഒരു ടൈമാണ്. റോക്കിയൊക്കെ ആ ഒരു ഓളം ഉണ്ടായിരുന്നു, ഒരു നമ്മുടെ കഴിഞ്ഞ വർഷത്തെ അഖിൽമാരൊക്കെ ഉള്ളതുപോലെ ഒരു ഒച്ചപ്പാടും ബഹളൊക്കെ ആയിട്ട് കാണാൻ നല്ലൊരു രസം ഉണ്ടായിരുന്നു. അവൻ പോയതിനു ശേഷം പിന്നെ കണ്ടിട്ടില്ല. പിന്നെ അമ്മയൊക്കെ സ്ഥിരം കാണും കേട്ടോ ഈ പരിപാടി. അപ്പൊ അമ്മ പറഞ്ഞാൽ വേറൊരു പയ്യൻ വന്നിട്ടുണ്ട്, അവൻ കൊള്ളാം, നല്ല അത്യാവശ്യം നല്ലൊരു അടിപൊളി പ്ലെയർ ആണ് എന്ന് പറഞ്ഞു. ആര്? നമ്മുടെ സിബിൻ. ഉഷാറല്ലേ? അപ്പൊ കണ്ടോണ്ടിരിക്കുമ്പോൾ തോന്നി അത്യാവശ്യം നല്ല തമാശ പറച്ചിലും ഒച്ചപ്പാടും ബഹളവും നല്ലൊരു രസം ഉണ്ടായിരുന്നു. നല്ലൊരു നമ്മൾ ആ പവർ ടീമിലൊക്കെ കയറിയപ്പോൾ നല്ല അടിപൊളി കളിയായിരുന്നു. അപ്പൊ ഇന്നലത്തെ അവന്റെ, അതായത് ഏപ്രിൽ 20-ാം തീയതിയത്തെ ആ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ നമ്മുടെ ലാലേട്ടൻ പവർ റൂമിൽ നിന്നൊക്കെ പുറത്താക്കി. സംഭവം അറിയാലോ, ജാസ്മിനെതിരെ എന്തോ ഒരു ആക്ഷൻ, മോശമായ ഒരു ആക്ഷൻ കാണിച്ചു എന്നുള്ള രീതിയിൽ, നടുവിരൽ നമസ്കാരം കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയൊരു പ്രശ്നം. അപ്പൊ അത് അങ്ങനെ ഒരു വലിയ പ്രശ്നമാക്കേണ്ടിയിരുന്നോ? പ്രശ്നമാക്കിക്കോട്ടെ, സീനില്ല. പക്ഷെ ചെയ്യുമ്പോൾ അത് എല്ലാവർക്കും ഒരേ ന്യായമായിരിക്കണ്ടേ? അതിനേക്കാളും വലിയ തെറിയും കാര്യമൊക്കെ ആ ഹൗസിൽ ഉണ്ടായിട്ടുണ്ട്, അത് നമ്മളൊക്കെ കണ്ടതാണ്. മുന്നേ വേറൊരു കേസ് ഉണ്ടായിരുന്നു, ജിൻഡോ ഗബ്രി തമ്മിലൊരു അച്ഛന് വിളിച്ചിട്ട് പരസ്പരം കളിച്ചിട്ട് അവരെ പുറത്താക്കുന്ന ഒരു നാടകീയമായ ഒരു രംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലാലേട്ടൻ ഇന്നലെ സിബിനോട് പറഞ്ഞിട്ടുണ്ട്, മോനെ പവർ ടീം പോലെയുള്ള ഒരു ടീമിൽ അങ്ങനെ ഇരിക്കുമ്പം ഇതുപോലത്തെയുള്ള സംഭവങ്ങളൊക്കെ ആക്ഷനൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ടാകുമ്പം അത് മോശമില്ലേ, അതുകൊണ്ട് അതിലിരിക്കാൻ യോഗ്യതയില്ല, പുറത്തിറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ ചെറിയൊരു വിഷമം. എനിക്ക് തോന്നുന്നു ജാസ്മിന് ആ ഒരു ടൈം, അതായത് ജിൻഡോ ഗബ്രി പരസ്പരം അച്ഛനെ വിളിച്ച് കളിച്ച ഒരു ടൈം ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ തന്നെയാണ് ജാസ്മിനും അങ്ങനെയുള്ള കുറച്ച് ബാഡ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടൊക്കെ സംസാരിച്ചത്. ക്യാപ്റ്റൻ ആയിരിക്കുന്ന ടൈമിൽ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് ജാസ്മിന്. അപ്പൊ ആ ഒരാഴ്ച ലാലേട്ടൻ വന്നപ്പോൾ അവർക്കൊരു വാണിംഗും കൊടുത്തിട്ടില്ല, ഈ പറഞ്ഞതുപോലെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കും ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മളെ പോലെയുള്ള കാഴ്ചക്കാരെ മണ്ടന്മാരാക്കിയിട്ട് ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് തോന്നുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആരും ശ്രദ്ധിക്കുക, നമ്മളിങ്ങനെ ഈ നമ്മുടെ അഭിപ്രായം ഇങ്ങനെ പറയാന്നല്ലാതെ. എനിക്കിപ്പോ ഇതുവരെ കണ്ടത് വെച്ച് തോന്നുമ്പോൾ ജാസ്മിന് ഒരു നീതി, മറ്റുള്ള കളിക്കാർക്ക് വേറെ. ജാസ്മിനോട് എന്തോ ഒരു ഫേവർ ചെയ്യുന്നത് പോലെ മുന്നേ കണ്ടിട്ടുണ്ടല്ലോ. ജാസ്മിന്റെ ഉപ്പ വിളിച്ച് സംസാരിക്കുന്നു, മറ്റേ സുഖമില്ല പറയുന്നു, അറ്റാക്കിന്റെ പ്രശ്നം വന്നിട്ട് പിന്നെ അവർ സംസാരിക്കുന്നു, അതിനുശേഷം എന്തൊക്കെയോ സംഭവിക്കുന്നു, അങ്ങനെ കോൾ ചെയ്യാനുള്ള ഒരു ഇത്. പിന്നെ പിറ്റേ ദിവസം അതാ ജാസ്മിന്റെ ഉപ്പ ബേക്കറിയിൽ സാധനം വാങ്ങാൻ പോയത് കണ്ടിട്ട് അങ്ങനെ ഒരു ചർച്ച, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ജാസ്മിന് ഒരു നീതി, മറ്റുള്ള കളിക്കാർക്ക് വേറെ ഒന്ന്, അങ്ങനെ ഒരു ഇതുള്ളതായിട്ട് എനിക്ക് തോന്നി. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമന്റ് ആയിട്ട് പറയാം കേട്ടോ. പിന്നെ സിബിന് പവർ ടീമിൽ നിൽക്കുമ്പം കുറച്ചൊരു ഗെയിം നന്നായിട്ട് ചേഞ്ച് ആവും എന്നുള്ളത് കൊണ്ട് സിബിനെ മനഃപൂർവ്വം അതിൽ നിന്ന് പുറത്താക്കിയതാണോ, എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരു എത്തുമ്പടിയും കിട്ടുന്നില്ല. എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഇവർ ജാസ്മിനെ വേറൊരു രീതിയിൽ കാണുന്നുണ്ട്, ജാസ്മിനെ ഭയങ്കര ഒരു ഫേവർ ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ അത് കാണുന്നവർക്ക് സംഭവങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടാവും. പക്ഷെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ജെനുവിനായിട്ട് കളിക്കുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക, അല്ലാത്തവരങ്ങ് പോട്ടെ എന്ന് വെക്കണം. അവർക്ക് പിന്നെയും അവസരം കൊടുക്കുക. ഒരാളോട് മാത്രം ഒരു നല്ല രീതിയിലും മറ്റുള്ളവരോട് മോശമായ രീതിയിലും ഇവൻ നന്നായിട്ട് കളിക്കുന്നുണ്ട് അപ്പൊ ഇവനെ തളർത്തി കളയാന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെയുള്ള ഒരു പെരുമാറ്റമായിട്ടാണ് എന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് തോന്നുന്നത്. അപ്പൊ ജെനുവിനായിട്ട് കളിക്കുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക, മുന്നോട്ട് കൊണ്ടുപോവുക. പിന്നെ നമുക്ക് ലാലേട്ടനെ കുറ്റം പറയാൻ പറ്റും, ലാലേട്ടൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ലാലേട്ടനോട് ഇങ്ങനെയൊക്കെ പറയണം എന്ന് പറയുന്നത് പോലെ ഇപ്പം ലാലേട്ടന് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട്, അവനോട് ഇങ്ങനെ പറയണം അങ്ങനെ പറയണം എന്ന് മറ്റുള്ള അതിന്റെ വേണ്ടപ്പെട്ട ആൾക്കാർ പറയുന്നത് പോലെ ഇപ്പൊ ലാലേട്ടനെ പറയാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എങ്ങനെയാന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ കാണുന്ന ആൾക്കാരെ മണ്ടന്മാരാക്കരുത്, അത്രയേ ഉള്ളൂ. നമ്മളും കാണുന്നുണ്ട് ഇതെന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത്, എന്തൊക്കെയാ തെറ്റ്, ആരൊക്കെ തെറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മളും കാണുന്നുണ്ട്. അപ്പൊ നമുക്കും കുറച്ചൊക്കെ അറിയാം. അപ്പൊ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻ്റായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ.